ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു ഫാക്ടറിയിൽ ഒരു ലേഡി, അത് ഓണർ തന്നെയാണ്, പ്രൊഡക്ഷൻ ഒക്കെ കൈകാര്യം ചെയ്തു. ഇതെങ്ങനെയാണ് ശരിക്കും സംഭവിച്ചത്? ഈ ഒരു ടൈപ്പ് പ്രഷർ പൈപ്പുകളാണ് നമ്മൾ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഹോസ് എവിടെ വരെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്? ഞങ്ങൾ ഓൾ ഇന്ത്യ ലെവലിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ നമ്മുടെ കയ്യിൽ ഗാർഡൻ ഹോസുകളുണ്ട്. വണ്ടി കയറിയാൽ പോലും ഈ ഹോസുകൾ ഒരിക്കലും പൊട്ടില്ല. ഏറ്റവും ബേസ് മുതൽ തന്നെ ഹൈ ക്വാളിറ്റി നമ്മൾ നിർബന്ധമാണ്. പവർ സ്പ്രേയർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്പ്രേയിങ് ഐറ്റങ്ങൾക്കും നമ്മുടെ ഹോസ് ഉപയോഗിക്കാൻ പറ്റും. ഞങ്ങളുടെ പ്രോഡക്റ്റ് മെയിൻലി ഡീലേഴ്സ് ആണ് വാങ്ങുന്നത്. ബ്രാൻഡിങ് നിങ്ങളോട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെ അതെ. F-Zero എന്ന് വന്നിരിക്കുന്നത് തമിഴ്നാട് പൊള്ളാച്ചിയിലാണ്. ആരൻ പൈപ്പ് ഇൻഡസ്ട്രീസിലാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടോ, നമ്മൾ അഗ്രികൾച്ചറിന് യൂസ് ചെയ്യുന്ന സ്പ്രേ ഹോസ് ആണിത്. ഈ ഒരു സ്പ്രേ ഹോസ് മാത്രമല്ല കേട്ടോ, എല്ലാ ടൈപ്പ് ഹോസുകളും ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലേഡി ഓൺടർപ്രണർ ആണ്. എന്താണ് ആരോൺ പൈപ്പ് ഇൻഡസ്ട്രീസ് നടക്കുന്നത്? നേരെ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ ലേഡി ഓൺടർപ്രണർ അബിത. നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് എത്ര വർഷമായിട്ടുണ്ട്? നമ്മൾ ഏകദേശം 12 വർഷമായിട്ട് പ്രഷർ വാഷർ മെഷീനുകളും ഹോസുകളും സെയിൽ ആൻഡ് മാർക്കറ്റിംഗിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യാൻ കാരണം എന്തായിരുന്നു? ഇത് നമുക്ക് നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും പുറത്തുനിന്ന് പോയി ഇമ്പോർട്ട് ചെയ്ത് സ്വന്തം ബ്രാൻഡിൽ കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കുമായിരുന്നു, എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഓരോരുത്തർക്കും അവരവരുടെ ഓൺ ബ്രാൻഡ് ഗുഡ് ക്വാളിറ്റിയിൽ കൊടുത്തുകൂടാ എന്നുള്ള ആലോചനയിൽ നിന്നാണ് നമ്മുടെ ഈ ഫാക്ടറി വന്നിരിക്കുന്നത്. ഈ ഒരു പ്രഷർ പൈപ്പ് ഒക്കെ കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അതെ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു ഫാക്ടറിയിൽ ഒരു ലേഡി, അത് ഓണർ തന്നെയാണ്, പ്രൊഡക്ഷൻ ഒക്കെ കൈകാര്യം ചെയ്തു. ഇതെങ്ങനെയാണ് ശരിക്കും സംഭവിച്ചത്? ഇതൊക്കെ നിങ്ങൾ ആദ്യം പഠിച്ചിട്ട് തന്നെയാണ് ഇത് തുടങ്ങിയത്? ഞങ്ങൾ പഠിച്ചിട്ടല്ല തുടങ്ങിയത്. ആഗ്രഹമായിരുന്നു ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഫാക്ടറി തുടങ്ങണം എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മെഷീൻസ് എല്ലാം ഇവിടെ എത്തിച്ചു. അത് കഴിഞ്ഞ് ആദ്യം ഇതൊക്കെ ഓൺ ആക്കുമ്പോൾ നമുക്ക് പേടിയാണ്. ഓരോ തെറ്റുകൾ വരുമ്പോഴും നമുക്ക് പേടിയായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ഓരോ കാര്യങ്ങളും സോൾവ് ചെയ്ത് വരുന്നതോറും സന്തോഷങ്ങളാണ് പിന്നീട് തന്നിരുന്നത്. ഓരോ പ്രോബ്ലങ്ങളും ഉണ്ടായി അതിൽ നിന്നും കൂടുതൽ പഠിച്ചാണ് ഇന്ന് നമ്മൾക്ക് ഈ ലൈൻ മൊത്തത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നത്. സ്വയം പഠിച്ചെടുത്തതാണല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് കാണേണ്ടതും അറിയേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. നമ്മളിവിടെ ഉപയോഗിക്കുന്ന എല്ലാ റോ മെറ്റീരിയൽസും ഇമ്പോർട്ടഡ് ആണ്. നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഓയിലുകളാണ്. പല വിധത്തിലുള്ള ഓയിലുകളുണ്ട്. ഇതെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ PVC, എത്തിലിൻ ബേസ് PVCകളാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മിക്ക പ്രൊഡക്റ്റുകളും നമ്മൾ ഇമ്പോർട്ടഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പൗഡേഴ്സ് ഇത് നിങ്ങൾ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ആദ്യം തന്നെ ഓയിലുകളും പൗഡറുകളും സ്റ്റെബിലൈസറും എല്ലാം നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം ഹോട്ട് ബോക്സിലേക്ക് ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് അടുത്ത ഹോപ്പറിലേക്ക് പോകുന്നു. അവിടുന്ന് ഗ്രാനുലൈസേഷൻ പ്രോസസ്സിലേക്കാണ് പിന്നീട് പോകുന്നത്. നിങ്ങൾ ഗ്രാനുൾസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത് അല്ലേ? അതെ. വാങ്ങുകയല്ല ചെയ്യുന്നത്, നമ്മൾ തന്നെ നമ്മുടെ ഓൺ കോമ്പൗണ്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. കാരണം അതിന് നമ്മുടെ ഹൈ ക്വാളിറ്റി ഹോസുകളാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഏറ്റവും ക്വാളിറ്റി, ഏറ്റവും ബേസ് മുതൽ തന്നെ ഹൈ ക്വാളിറ്റി നമ്മൾ നിർബന്ധമാണ്. അത് ആ ക്വാളിറ്റിയിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ടാണ് ഇത്രയും ബേസ് മുതലേ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ വിലഭാഗം ചോദിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഫില്ലേഴ്സ് നോക്കുകയാണെങ്കിൽ 12 രൂപയാണ് 1 കിലോ ഫില്ലേഴ്സിന്, 90 രൂപയാണ് 1 കിലോ റെസിന്. അപ്പോൾ ഈ ഫില്ലേഴ്സ് എന്തുമാത്രം നമ്മൾ കൂടുതൽ ആഡ് ചെയ്യുന്നു അതിന് മാത്രം നമുക്ക് ക്വാളിറ്റി കുറച്ച് നമുക്ക് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ മാത്രം ഇട്ടാണ് കൊടുക്കുന്നത്. അതായത് റേറ്റ് കൂടിയ മെറ്റീരിയൽ ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും. നമ്മൾ ഏറ്റവും ഹൈ ക്വാളിറ്റി നമ്മൾ തന്നെ ചെക്ക് ചെയ്ത് പല പ്രാവശ്യം ട്രയൽ പോയി പല പ്രാവശ്യം ചെക്ക് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് തോന്നിയ റോ മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ശേഷം എന്താ നടക്കാൻ പോകുന്നത്? നമ്മൾ ഗ്രാനുൾ ആക്കി അടുത്ത സ്റ്റെപ്പ്, അടുത്തത് നമ്മൾ PVC പൈപ്പ് എങ്ങനെയാണ് തുടങ്ങണേന്നുള്ളതാണ്. നമുക്കിത് 5 ലെയറുകളാണ് ഈ പൈപ്പിനകത്ത് വരുന്നത്. ഒരു പൈപ്പ് തന്നെ 5 ലെയർ വരുന്നുണ്ട്. 5 ലെയർ. ഇപ്പോൾ 5 ലെയർ ആണ് ചെയ്യുന്നത്. നമുക്ക് 5 ലെയറും ചെയ്യാം, 3 ലെയർ ചെയ്യാം, 1 ലെയറും ചെയ്യാം. ഇത് അത്രയും ക്വാളിറ്റിയിലുള്ള ഒരു മെഷീനാണ്. നമ്മൾ 5 ലെയർ ആണ് ഇപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒരു പൈപ്പ് 5 ലെയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇതിൽ വരുന്നത്? ഇതിന്റെ ആദ്യത്തെ ലൈൻ വരുന്നത് ഇന്നർ വരുന്നത് PVC റെസിനാണ്. PVC റെസിന്റെ ഒരു ലെയർ പോകുന്നു. അതിനുശേഷം നൈലോൺ ത്രെഡ് ആണ് വരുന്നത്. അതാണ് ഇവിടെ ഒരു വലിയ ഒരു മെഷീൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ. അത് ബ്രൈഡിംഗ് മെഷീൻ എന്ന് പറയും. അതിനകത്ത് ഇട്ടിരിക്കുന്ന നൈലോണുകൾ വേൾഡിലെ തന്നെ ഏറ്റവും ബിഗസ്റ്റ് കമ്പനിയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. അതിന്റെ ട്വിസ്റ്റിങ്ങിനെല്ലാം വളരെ ഹൈ ക്വാളിറ്റിയോടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു നൂല് വരുന്നത് 4 കിലോയുടെ ആണ് ഒരെണ്ണം. അതുപോലത്തെ ഒരു വീലില് 14 എണ്ണം ഉണ്ട്. ഒരു ബ്രൈഡിംഗ് മെഷീനിൽ തന്നെ 28 നൂലുകളാണ് കിടക്കുന്നത്. ഇതൊക്കെ ഇതിനുള്ളിൽ കറങ്ങിയിട്ട് അതെ, ഈ PVC റെസിനിൽ ചുറ്റി പിന്നെ പുറത്തേക്ക് വരുന്നു. വീണ്ടും അടുത്ത PVC ലെയർ ഇതിനെ കവർ ചെയ്ത് പോവുകയാണ്. എങ്ങനെ ഇതിന്റെ മുകളിൽ വീണ്ടും PVC വരുന്നു. അടുത്ത ലെയർ വരിക. അതെ, അടുത്ത ലെയർ വന്നു. ഓക്കേ. ഇത് വീണ്ടും പോകുന്നത് അടുത്ത ബ്രൈഡിങ്ങിലേക്കാണ്. അടുത്ത ബ്രൈഡറിലേക്ക് പോയിട്ട് ഇതുപോലെ തന്നെ നൈലോൺ ത്രെഡുകൾ വീണ്ടും അതിനകത്ത് ചുറ്റുകയാണ്. അതിനുശേഷമാണ് ഫൈനൽ ഏത് കളറാണ്
അഞ്ചാമത്തെ ലെയർ ഏറ്റവും ലാസ്റ്റ് വരുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ഇത് കളർ തീരുമാനിക്കുന്നത് അല്ലേ? അതെ, ഏറ്റവും ലാസ്റ്റിലാണ് കളർ തീരുമാനിക്കുന്നത്. ഏതൊക്കെ കളേഴ്സ് ഇപ്പൊ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും? നമുക്ക് ഏത് കളർ നമുക്ക് വേണമോ ആ കളർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ കറന്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത് റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ, 2 ടൈപ്പ് ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഇനി നമ്മൾ കളേഴ്സ് ഏതാണോ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമ്മൾ കളേഴ്സ് വീണ്ടും ആഡ് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനും പറ്റും അല്ലേ? തീർച്ചയായിട്ടും. നമ്മളെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് അല്ലേ? അതെ അതെ. നമ്മൾ വേറെ ഒന്നും നമ്മളായിട്ടൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല, തുടക്കം അത് ആ ലൈൻ സെറ്റ് ചെയ്യാൻ മാത്രം നമ്മുടെ ഹെൽപ്പ് മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈൻ വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്തോളും. പ്രൊഡക്ഷൻ കംപ്ലീറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ പ്രോഡക്റ്റ് കാണാൻ പോവാണ്. ഏതൊക്കെ ടൈപ്പാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇവിടെ മെയിൻ ആയിട്ടും എയർ പൈപ്പുകളും പ്രഷർ പൈപ്പുകളും ആണ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് നോക്കുവാണെങ്കിൽ ഇത് 4 മീറ്ററിന്റെ എയർ പൈപ്പാണ്. ഇത് വിത്ത് ഫിറ്റിംഗോട് കൂടിയിട്ടാണ് വരുന്നത്. 4 മീറ്റർ നിങ്ങൾ ചെയ്യുന്നത്, ചെറുതും ചെയ്യണ്ടല്ലേ? 4 മീറ്റർ മുതൽ 5 മീറ്റർ, 10 മീറ്റർ. ഓക്കെ, ഇത് 5 മീറ്ററിന്റെ പൈപ്പാണ്. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഫിറ്റിംഗ്സോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഈ 4 മീറ്റർ ചെറിയതൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് ശരിക്കും. അതെ, സാധാരണ നമ്മൾ കടകളിൽ പോകുവാണെങ്കിൽ അത് കട്ട് ചെയ്ത് വാങ്ങി ഫിറ്റിംഗ്സ് നമ്മൾ എക്സ്ട്രാ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് 25 മീറ്ററിന്റെ ആണ്. ഇത് നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഫിറ്റ് ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് ഇനി കട്ട് ചെയ്ത് ഫിറ്റിംഗ്സ് വെക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണ് നമ്മൾ ഓൾറെഡി ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് കൊടുക്കുന്നത്. കട്ട് ചെയ്തു, ഫിറ്റിംഗ്സ് വെച്ചു, റോൾ ആക്കിയതിന് ശേഷം ഇതിന് കെട്ടി വീണ്ടും ഇതിനെ കവർ ചെയ്ത് പാക്ക് ചെയ്ത് അയക്കും. ഇതുകൂടാതെ നമ്മുടെ കയ്യിൽ ഗാർഡൻ ഓസുകളുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വണ്ടി കയറിയാൽ പോലും ഈ ഓസുകൾ ഒരിക്കലും പൊട്ടില്ല. ഗാർഡൻ ഓസിൽ പോലും നമ്മൾ ഈ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത്രയും ക്വാളിറ്റിയിലാണ് ഗാർഡൻ ഓസ് നിങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അബിതയുടെ ഹസ്ബൻഡ് നവീൻ ചേട്ടൻ ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ആരൊക്കെയാണ് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്? നമ്മുടെ പ്രോഡക്റ്റ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കൃഷിക്കാരാണ്. ഏലം, തേയില, കമുക്, കുരുമുളക്, ജാതി, അതുപോലെ സ്പ്രേയിങ്ങിന് ആവശ്യമുള്ള എല്ലാ ആൾക്കാരും, ഈവന് കന്നുകാലിക്കൂട് കഴുകാൻ വരെ നമ്മുടെ സ്പ്രേ ഹോസ് ഉപയോഗിക്കും. അതായത് പവർ സ്പ്രേയർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്പ്രേയിങ് ഐറ്റങ്ങൾക്കും നമ്മുടെ ഹോസ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു ഹോസ് എവിടെ വരെ നിങ്ങൾ ഇത് മാർക്കറ്റ് ചെയ്യുന്നത്? കേരളം മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല, ഞങ്ങൾ ഓൾ ഇന്ത്യ ലെവലിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കർണാടകത്തിലുണ്ട്, തെലുങ്കാനയുണ്ട്, മംഗലാപുരം, കേരളത്തിന്റെ എല്ലാ ഭാഗത്തും, ഡൽഹിയിൽ ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ ഡയറക്റ്റ് നിങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണോ ചെയ്യുന്നത്, അതല്ല ഡീലേഴ്സിലേക്കാണോ? ഞങ്ങളുടെ പ്രോഡക്റ്റ് മെയിൻലി ഡീലേഴ്സാണ് വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫാക്ടറി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഡീലേഴ്സ് ഇപ്പോൾ ചൈനയിലോ ഒക്കെ പോയിട്ട് ഒരു 500 റോള് ഇല്ലെങ്കിൽ 250 റോളൊക്കെ ബ്രാൻഡ് ചെയ്ത് കൊണ്ടുവരാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ട് വരും. ബ്രാൻഡിങ് നിങ്ങളോട് ചെയ്ത് കൊടുക്കുന്നുണ്ട്? അതെ അതെ, ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് ബ്രാൻഡിങ് ആണ്. മറ്റുള്ള കമ്പനികൾക്ക് ബ്രാൻഡ് ചെയ്ത് കൊടുക്കും? അത് തന്നെ, അത് തന്നെ. അതാണ് നമ്മളിപ്പോൾ ചൈനയിൽ ഒരു കമ്പനി ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ OEM ആയിട്ട് നമ്മുടെ ഡീലേഴ്സിന് ബ്രാൻഡ് ചെയ്ത് കൊടുക്കും. അത് എത്രയാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലേ? ഒരു മിനിമം ഓർഡർ നമുക്കുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കും. ഇതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ മെയിൻലി ചെയ്യുന്നത് പ്രഷർ വാഷറുകൾ, എയർ കംപ്രസറുകൾ, അതുപോലെ പവർ സ്പ്രേയറുകൾ, അതിൻ്റെയൊക്കെ ആക്സസറീസ്, പാർട്സുകൾ, അങ്ങനെ പവർ ടൂളുകൾ, ഒരുപാട് ഐറ്റംസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതേത് ബ്രാൻഡിലാണ് നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ വയലറ്റ്, അതുപോലെ എക്കോ ഗ്രീൻസ്, പിന്നെ റൂസ്റ്റേഴ്സ്, ബ്ലാക്ക് റൂസ്റ്റേഴ്സ്, അങ്ങനെ നിരവധി ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യത്തിനും നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും അല്ലേ? അതെ അതെ അതെ. എത്രയാണ് ആരൺ പൈപ്സിന്റെ വിശേഷങ്ങൾ, നല്ല അടിപൊളി കാര്യങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പൈപ്പ് നിർമ്മിക്കുന്നത്, എന്തൊക്കെ കാര്യത്തിൽ ഇത് ഉപയോഗിക്കാം, എങ്ങനെയാണ് ഇത് നിങ്ങളെ കൈകളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് വേണമെങ്കിൽ ആ ബ്രാൻഡ് ചെയ്തു തരാനും ആരൺ പൈപ്സ് റെഡിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതും കേരളത്തിൽ മാത്രമല്ല കേട്ടോ, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ബ്രാൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്തുകൊണ്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതും ഹൈ ക്വാളിറ്റി ഉള്ള പൈപ്പുകളാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആരെയുണ്ട്, വിളിക്കാം, നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അത് അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.